ഇന്ന് രാവിലെ 9 മണി മുതൽ, അതായത് 2026 ജൂൺ മാസം 15-ാം തീയതി രാവിലെ 9 മണിയോടുകൂടി കേരളത്തിലെ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ 3500ഓളം വരുന്ന, 3500 താഴെ വരുന്ന ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. സീറോ ടിക്കറ്റാണ്. സീറോ ടിക്കറ്റ് വാങ്ങണം, അല്ലെങ്കിൽ 500 രൂപ പിഴയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സീറോ ടിക്കറ്റ് വാങ്ങണം. അപ്പോൾ ടിക്കറ്റ് വാങ്ങണം. KSRTC ഇത് പ്രതിസന്ധിയിലാക്കില്ല എന്നും ഭാവിയിൽ സർക്കാർ തുക KSRTC വേണ്ടെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും സ്വകാര്യ മേഖലയ്ക്കുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കുമെന്നും KSRTCയെ സ്വന്തം കാലിൽ നിർത്തുമെന്നുള്ള വലിയ ശുഭാപ്തി വിശ്വാസമാണ് VD സതീശൻ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ധവളപത്രം പുറപ്പെടുവിച്ചപ്പോൾ ഡോക്ടർ കെ എം ചന്ദ്രശേഖരൻ സംഘവും ധവളപത്രം പറഞ്ഞപ്പോൾ KSRTCയും വാട്ടർ അതോറിറ്റിയും ഇലക്ട്രിസിറ്റി ബോർഡും ഒക്കെ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളാണ്. അതിനെ ലാഭത്തിൽ ഓടിച്ചില്ലെങ്കിലും ബാലൻസ് ചെയ്ത് ലാഭനഷ്ടങ്ങളില്ലാതെ ഒരു ബ്രേക്ക് ഈവനായി കൊണ്ടുപോകണം എന്നുള്ള കൺസെപ്റ്റുകൾ വച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് KSRTCയെ ചെയ്യേണ്ടത്? KSRTCയെ എന്തുകൊണ്ട് ഇപ്പോൾ KSRTCയിൽ KSRTCയും ഉണ്ട്, സ്വിഫ്റ്റ് എന്ന കമ്പനിയുമുണ്ട്. അത് എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. സ്വിഫ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയാണ്. തൊഴിലാളികൾ വലിയ സമരവും ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും സ്വിഫ്റ്റ് എന്ന കമ്പനിയുണ്ട്. സ്വിഫ്റ്റ് കമ്പനിയിൽ കൂടുതലും ഡ്രൈവറും കണ്ടക്ടറും, കണ്ടക്ടർ തന്നെയാണ് ഡ്രൈവറും, ഡ്രൈവർ തന്നെയാണ് കണ്ടക്ടർ. അപ്പോൾ മാറി മാറി കണ്ടക്ടർ ജോലിയും ഡ്രൈവർ ജോലിയും രണ്ടുപേരും, അതായത് ഒരാൾ തന്നെ മാറി മാറിയാണ്. അപ്പോൾ 2 പേർ ബസ്സിലുണ്ടായിരിക്കും. ദീർഘദൂര യാത്രകൾക്ക് കൂടുതലും അത് കരാർ ജീവനക്കാരാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് KSRTCയിൽ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ PSC അപ്പോയിൻമെൻ്റ് ഒന്നും കൂടുതൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ പോലുള്ള കാര്യങ്ങളും ഇനി കൂടുതൽ അങ്ങോട്ട് പോകുന്നത് പ്രശ്നമാണ്. എന്തായാലും KSRTCയെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്തുകൊണ്ടാക്കിക്കൂടാ എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. ഇങ്ങനെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റുകയും കമ്പനിയുടെ ആസ്തി റിക്കവറി പ്രോജക്റ്റ് കൊണ്ടുവരണം കമ്പനിക്ക്. അതായത് KSRTCക്ക് ഒരുപാട് ആസ്തിയുണ്ട്. ഈ ആസ്തികൾ റീവിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. വലിയ തോതിൽ ആസ്തികൾ റീവിസിറ്റ് ചെയ്യണം. ഈ ആസ്തികൾ റീവിസിറ്റ് ചെയ്ത് കണ്ണായ സ്ഥലങ്ങളിലാണ് KSRTC ഡിപ്പോകൾ കിടക്കുന്നത്. മിക്കവാറും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലത്താണ് കിടക്കുന്നത് KSRTC ഡിപ്പോകളെല്ലാം. ആ ഡിപ്പോകൾ കിടക്കുന്ന സ്ഥലം, ലാൻഡ് ഈസ് ദ പ്രീഷ്യസ് പ്രോപ്പർട്ടി, പ്രീഷ്യസ് ഐറ്റം ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് കേരള എന്നുള്ളതാണ്. ആ ലാൻഡിനെ എങ്ങനെ കൂടുതൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം എന്നുള്ളത് ഗൗരവം ആലോചിക്കണം. ആ ലാൻഡിൻ്റെ അടിവശത്ത് ഭൂഗർഭ അറകൾ തീർത്തുകൊണ്ടുള്ള ഷോപ്പിംഗ് ഫെസിലിറ്റികളെ കുറിച്ച് ചിന്തിക്കാം. അതുപോലെ തന്നെ ലാൻഡ് കിടക്കുന്ന സ്ഥലങ്ങളിൽ മനോഹരമായ ഷോപ്പിംഗ് ഫെസിലിറ്റികളും വിനോദസഞ്ചാര ഫെസിലിറ്റികളും ടൂറിസ്റ്റ് ഫെസിലിറ്റികളും ഒക്കെ ഒരുക്കുന്ന വലിയ നല്ല ഹോട്ടലുകളും ഒരുപാട് സംവിധാനങ്ങൾ KSRTCയുടെ സംവിധാനത്തിൽ ഒരുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ KSRTCയുടെ ആസ്തികളൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ CP ജോൺ മന്ത്രി ഇപ്പോൾ ഉടനെ നാളെ രാവിലെ എല്ലാം ചെയ്തില്ലെങ്കിലും 6 മാസം കഴിയുമ്പോൾ KSRTCയുടെ അസറ്റുകൾ, പ്രത്യേകിച്ച് കണ്ണായ സ്ഥലങ്ങളിരിക്കുന്ന പ്രോപ്പർട്ടികളൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യുകയും അത് റീഡിസൈൻ ചെയ്യുകയും വേണം. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭത്തിൽ പോകാൻ കഴിയും. അതുപോലെ തന്നെ ആ തൊഴിലാളി ബസ് അനുപാതത്തെ സംബന്ധിച്ചും ചില ധാരണകൾ പുതിയതായി ഉണ്ടാകണം. ചെക്കർ എന്ന് പറയുന്ന പോസ്റ്റിനെ സംബന്ധിച്ചും ധാരണയുണ്ടാകണം. ചെക്കിംഗ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിനെ സംബന്ധിച്ചും ധാരണയുണ്ടാകണം. അങ്ങനെ ഒരുപാട് ധാരണകൾ ഇതിനകത്ത് ഉണ്ടാവണം. അമിതമായ പോസ്റ്റിംഗ്, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നൊരു സംവിധാനമല്ല KSRTC. ഉള്ളവർക്ക് മാന്യമായ ശമ്പളവും ജോലിയും കൊടുക്കുക എന്നുള്ളതാണ്. പുതിയ ബസ്സുകൾ വാങ്ങുമ്പോൾ സ്വാഭാവികമായി വ്യത്യാസം വരണം. ഇനി തൊഴിലാളികളുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ, ഞാൻ തൊഴിലാളികൾ എന്ന് പറയുന്നില്ല, ജീവനക്കാരുടെ മനോഭാവത്തിലും വലിയ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോഴും അത്ര കണ്ടങ്ങ് മാറിയിട്ടില്ല. തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഇനിയിപ്പോൾ നാളെ കണ്ടക്ടർമാർ ഇവിടെ ഇറങ്ങി നിന്ന് സ്റ്റാൻഡിൽ ഇറങ്ങി നിന്ന് ആളെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ ആരും ട്രോളരുത്. പക്ഷേ തമിഴ്നാട്ടിലൊരു അനുഭവം ഞാൻ പറയുന്നു, കർണാടകത്തിലൊരു അനുഭവം, ഞാൻ 2ഇടത്തും യാത്ര ചെയ്തിട്ടുള്ളപ്പോഴുള്ള അനുഭവം. ബസ് സ്റ്റേഷനുകളിൽ അവർ യാത്രക്കാരെ 1-2 പ്രാവശ്യമെങ്കിലും വിളിക്കും. അതായത് ഇന്ന സ്ഥലത്ത് പോകുന്ന ബസ്സാണ്, ആ ബസ്സിലേക്ക് യാത്രക്കാർ വരണമെന്ന്. അത് കേട്ടുകൊണ്ട് തന്നെ ബസ് തിരഞ്ഞു നടക്കുന്ന ഒരുപാട് പേര് വന്ന് ബസ്സിൽ കയറും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കൃത്യമായി സ്റ്റോപ്പുകളിൽ നിർത്തും. സ്ത്രീകൾക്കാണെങ്കിൽ അസമയങ്ങളിൽ അല്ലാത്തടത്ത് നിർത്തിക്കൊടുക്കും. ഒരുപാട് പീപ്പിൾ ഫ്രണ്ട്ലിയാണ് പലപ്പോഴും യാത്ര എന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും അത് പീപ്പിൾ ഫ്രണ്ട്ലി അല്ല. അത് കണ്ടക്ടറുടെയോ ഡ്രൈവറുടെയോ ഒക്കെ ചില അസ്വസ്ഥതകൾ, അവരുടെ സ്ട്രെസ്സ് തീർച്ചയായിട്ടും യാത്രക്കാരിൽ വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഗൗരവമായ ചിന്തയാണ്. അപ്പോൾ ഇന്ന് മുതൽ
പുരുഷന്മാർക്ക് സൗജന്യം കൊടുത്താൽ ആ പൈസ എത്തില്ല, സർക്കാരിന് തന്നെ ആ പൈസ കിട്ടും. അതുകൊണ്ട് സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്താൽ അത് വീടുകളിൽ എത്തും ആ പൈസ എന്നാണ്. അത് വേറൊരു തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് പൈസ കൊടുക്കുന്നതിൻ്റെ ലാഭിക്കുന്നതിൻ്റെ ഗുണം കുടുംബത്തിൽ ഒരുപാട് തുക കിട്ടും എന്നുള്ളതാണ്. എന്തായാലും സ്ത്രീകൾ വളരെ സന്തുഷ്ടരാണ്. ഇതിനിടയിൽ പ്രതിപക്ഷം അവർ ഓർഡിനറി ബസ് മാത്രമായതുകൊണ്ട് ഇത് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ഒഴിവായി. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രതിപക്ഷം ഒരുപാട് കാര്യങ്ങളിൽ ലേറ്റാണ്. ഇന്ന് ഇത്രയും ഒരു ബസ്സിലാകട്ടെ, അല്ലെങ്കിൽ 10 ബസ്സിലാകട്ടെ, 100 ബസ്സിലാകട്ടെ, 1000 ബസ്സിലാകട്ടെ, ഓർഡിനറി ആകട്ടെ, സിറ്റി ഫാസ്റ്റ് ആകട്ടെ, എവിടെയെങ്കിലും ഒരു ആനുകൂല്യം ഗവൺമെൻറ് കൊടുക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു പ്രതിപക്ഷ ധർമ്മം. അവർ അത് ചെയ്തില്ല എന്നുള്ളത് എന്തായാലും പോട്ടെ. നമുക്കതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ പ്രിയദർശിനി ബസ് സൗജന്യ യാത്രയാണ്. രാവിലെ 9 മണിക്ക് ശേഷമാണ് യാത്ര. അപ്പോൾ അതിന് മുമ്പ് യാത്ര ചെയ്തവർക്ക് സൗജന്യം കിട്ടിയിട്ടില്ല. പക്ഷേ അവർ വൈകിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ സൗജന്യം കിട്ടും. ഇനി വരുന്ന ദിവസങ്ങളിൽ ഓർഡിനറി ബസ്സിൽ കയറുന്ന എല്ലാ സ്ത്രീകൾക്കും സൗജന്യ, ജാതിമത ഭേദമന്യേ, വരുമാന ഭേദമന്യേ എല്ലാവർക്കും സൗജന്യം കിട്ടുന്ന ഒരു കേരളം. അപ്പോൾ ക്ഷേമ കേരളത്തിലേക്കാണ് കേരളം മാറുന്നത്. വികസിത കേരളമല്ല, ഒരാനന്ദ കേരളത്തിലേക്കാണ് മാറുന്നത്. അവിടെ സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത്. മെൻസസ് ഉണ്ടാകുന്ന പീരീഡുകളിൽ കുട്ടികൾക്ക് അവധി കൊടുക്കുന്നു, സ്ത്രീകൾക്ക് ഇങ്ങനെ കൊടുക്കുന്നു, പിന്നെ വീടുകളിൽ ജോലി കൊടുക്കുന്നു, വനിതകൾക്ക് തുക കൊടുക്കുന്നു. അങ്ങനെ ഒരു വനിതാ സൗഹൃദമായ സംവിധാനങ്ങളിലേക്കാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. KSRTCയുടെ മന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ KSRTC ഡിപ്പോകളിലും അതിമനോഹരമായ ക്യാൻറ്റീനും അതുപോലെ വൈഫൈ സിസ്റ്റവും മൊബൈൽ ചാർജിങ്ങും പത്രം വായിക്കാനുള്ള സംവിധാനവും എല്ലാം ചേരുന്ന മനോഹരമായ വാഷ്റൂമുകളും ചേരുന്ന ഒരു കോംപ്ലക്സ് നിങ്ങൾ കൃത്യമായി ഉണ്ടാക്കണം. ഇന്നതില്ല എന്നുള്ളത് വലിയ പരിമിതിയാണ്. ഇപ്പോൾ കൊട്ടാരക്കര സ്റ്റാൻഡിൽ ചെന്നാൽ, ഓരോ സ്റ്റാൻഡായിട്ട് ഞാൻ പറയുന്നില്ല, കായംകുളത്ത് ചെന്നാൽ, എവിടെ ചെന്നാലും വലിയ പരിമിതിയാണിത്. അതുകൊണ്ട് ഈ സൗജന്യ യാത്ര മാത്രം പോരാ, നിങ്ങൾ അടിപൊളിയാക്കി എയർപോർട്ട് മോഡലിൽ നിങ്ങളുടെ സ്റ്റേഷനുകൾ മാറ്റണം. അങ്ങനെ മാറ്റിയാൽ ജനങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഫീസ് ഈടാക്കാൻ പറ്റും. അവർ നല്ല ഫീസ് തരാനും ജനങ്ങൾ തയ്യാറാണ്. അത് നിങ്ങൾ പ്രൊഫഷണലാക്കി മാറ്റണം. അല്ലാതെ ആളുകളെ ഈ പറയുന്ന പോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, പാവപ്പെട്ടവർ, പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് സൗജന്യം കൊടുത്തോളൂ. പക്ഷേ ഇത് മുഴുവൻ ആളുകൾക്കും ഈ പറയുന്ന പോലുള്ള ഈ സംവിധാനങ്ങളിൽ സൗജന്യം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്ത്രീകൾക്ക് ഇപ്പോൾ സംവിധാനം കൊടുത്തത് ഒരു വെൽഫെയർ മെഷർ എന്നുള്ള നിലയിൽ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി ജനങ്ങളിൽ നിന്ന് പണം കൃത്യമായി പിരിക്കണം. റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷനുകളൊക്കെ എൻ്റർടൈൻമെൻറ്റ് സംവിധാനം കൂടി ചെയ്താൽ അവിടെ മുതിർന്നവർ, പ്രായമായവർ, കുട്ടികളൊക്കെ ഒരുപാട് ആളുകൾ വന്നിരിക്കാനും നിൽക്കാനുമൊക്കെയുള്ള സംവിധാനം ഉണ്ടാക്കണം. വയോജന വകുപ്പ് തുടങ്ങി ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളുമൊക്കെ വയോജനങ്ങൾക്ക് കൂടി ഫ്രണ്ട്ലി ആകുന്ന നിലയിലേക്ക് മാറ്റണം. അവർക്ക് അവിടെ നിന്നാൽ ചെറിയ എക്സർസൈസ്, നടക്കുന്നത് പോലും എക്സർസൈസാണ്, അതുപോലും നടക്കുന്ന എക്സർസൈസ് അല്ല, ആ രീതിയിലുള്ള മെഷീൻസും സംവിധാനവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ബസ് സ്റ്റേഷനുകൾ വരട്ടെ. എന്തായാലും KSRTC പ്രൊഫഷണൽ ആകട്ടെ.